നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. 5000 രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാം. പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 908491 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി AP ഉണ്ണികൃഷ്ണന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി മുസ്ലിം ലീഗ് നേതൃത്വം. ഉണ്ണികൃഷ്ണന്റെ വിയോഗത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും ദേശീയ നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും അനുശോചനം അറിയിച്ചു. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഇരുവരും അനുശോചനം രേഖപ്പെടുത്തിയത്. നിറഞ്ഞ ചിരിയോടെ പാണക്കാട്ടേക്ക് കയറി വന്നിരുന്ന ഉണ്ണികൃഷ്ണൻ ഇനിയില്ല എന്നായിരുന്നു സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഏറെ ഹൃദയവേദനയോടെയാണ് ഈ വാർത്തയെ ഉൾക്കൊള്ളുന്നത്. പാണക്കാട് കുടുംബവുമായി അദ്ദേഹത്തിനുള്ള ഹൃദയബന്ധം വളരെ വലുതായിരുന്നു. പാർട്ടിയായിരുന്നു എല്ലാം. മുസ്ലിം ലീഗിന് വേണ്ടി അഹോരാത്രം അധ്വാനിച്ചു. ദളിത് സമൂഹത്തെ പാർട്ടിയുമായി ചേർത്ത് നിർത്താൻ അദ്ദേഹം വലിയ പങ്കാണ് വഹിച്ചത്. ദളിത് ലീഗ് നേതാവ് എന്ന നിലയിലും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലും ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ഭാരവാഹിയായും ഏറെക്കാലത്തെ പാർട്ടി ബന്ധമാണ് അദ്ദേഹത്തിനുള്ളതെന്നും സാദിഖ് അലി തങ്ങൾ ഫേസ്ബുക്കിൽ കുറിച്ചു. ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും പാണക്കാട് വന്ന് ആവേശത്തോടെ പങ്കുവയ്ക്കുമായിരുന്നു. ഹൃദയങ്ങളിൽ എന്നും ഉണ്ണികൃഷ്ണൻ്റെ ആ പുഞ്ചിരി ഉണ്ടാകുമെന്നും സാദിഖ് അലി തങ്ങൾ ഫേസ്ബുക്കിൽ കുറിച്ചു. പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ യാത്രയായിരിക്കുന്നു എന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചത്. നനച്ചിരിക്കാത്ത നേരത്തുള്ള ഈ തിരിച്ചുപോക്ക് ഉണ്ടാക്കുന്ന വേദന ചെറുതല്ല. മുസ്ലിം ലീഗ് പാർട്ടിയുടെ മതേതര മുഖം തിളക്കമുള്ളതാക്കി നിർത്തുന്നതിൽ ഉണ്ണികൃഷ്ണൻ വഹിച്ച പങ്ക് സമാനതകൾ ഇല്ലാത്തതാണ്. ആ ഒരു നിയോഗം പ്രസംഗിച്ചും പ്രവർത്തിച്ചും ഇടപെട്ടും വളരെ ഭംഗിയായി അടയാളപ്പെടുത്തിയാണ് ഉണ്ണികൃഷ്ണൻ വിടവാങ്ങുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ പ്രതിനിധി ആയിട്ട് മാത്രമല്ല, മുസ്ലിം ലീഗ് പാർട്ടിയുടെ സമുന്നത നേതാക്കളിൽ ഒരാളായിട്ട് തന്നെയാണ് അദ്ദേഹം പരിഗണിക്കപ്പെട്ടത്. മുഴുവൻ ലീഗ് പ്രവർത്തകർക്കും പേര് പറയാതെ പരിചയപ്പെടുത്തി കൊടുക്കാതെ തിരിച്ചറിയുന്ന നേതാക്കളിൽ ഒരാളായിരുന്നു ഉണ്ണികൃഷ്ണനെന്നും PK കുഞ്ഞാലിക്കുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു. പദവികളിൽ അഭിരമിക്കുന്നതിനേക്കാൾ പാണക്കാട് കുടുംബത്തിൻ്റെ ഇഷ്ടക്കാരനായി അറിയപ്പെടാനാണ് അദ്ദേഹം എപ്പോഴും ആഗ്രഹിച്ചത്. ആ കൂറ് മറയേതുമില്ലാതെ പ്രകടിപ്പിക്കുവാനും ഉണ്ണി മടി കാണിച്ചിട്ടില്ല. സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഹൈദരലി തങ്ങളും ഇപ്പോൾ സാദിഖ് അലി തങ്ങളും ഉണ്ണിയെ സ്നേഹവാത്സല്യങ്ങളോടെ ചേർത്ത് പിടിച്ചു. പാണക്കാട് കുടുംബത്തിലുള്ള എല്ലാവർക്കും ഉണ്ണി പ്രിയങ്കരനായിരുന്നു. ആ സ്നേഹരസങ്ങൾ മതേതര സമൂഹം നന്നായി ആസ്വദിച്ചു. കേരളീയ പൊതുസമൂഹത്തിൻ്റെ സാമൂഹിക പരിസരങ്ങളിൽ ആ ഫ്രെയിമുകൾ സൃഷ്ടിച്ച കൺകുളിർമ ചെറിയ കാര്യമല്ല. ആ അർത്ഥത്തിൽ വലിയൊരു സാമൂഹിക ദൗത്യം ഒരു നിയോഗമെന്നോണം നിർവഹിച്ചുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ മടങ്ങുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കുഞ്ഞാപ്പ എന്ന് വിളിച്ച് നിറഞ്ഞ ചിരിയോടെ കാരാത്തോട്ടെ വസതിയിലേക്ക് ഉണ്ണികൃഷ്ണൻ വരാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി. എപ്പോൾ വരുവാനും ഇടപെടാനുമുള്ള സ്വാതന്ത്ര്യമുണ്ടായിട്ടും സമയവും സന്ദർഭവും സാഹചര്യങ്ങളും നോക്കി മാത്രം ഇടപെടുകയുള്ളൂ. പ്രതിസന്ധി കാലത്തൊക്കെ കലർപ്പില്ലാതെ പിന്തുണയുമായി കൂടെ ഉണ്ടായിരുന്നു. മരണവാർത്ത അറിഞ്ഞതു മുതൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലൂടെ കടന്നുപോയി. വലിയൊരു അസുഖം ശരീരത്തെ പിടികൂടി എന്നറിഞ്ഞപ്പോഴും തിരുവനന്തപുരത്ത് വെച്ച് അവസാനമായി കാണുമ്പോഴും എല്ലാം അതിജീവിച്ച് ഉണ്ണികൃഷ്ണൻ തിരിച്ചു വരുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷ. പക്ഷേ വിധി മറ്റൊന്നായിരിക്കുന്നുവെന്നും PK കുഞ്ഞാലിക്കുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു. ഇന്ന് ഉച്ചയോടെയാണ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ദളിത് ലീഗ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിരുന്ന ഉണ്ണികൃഷ്ണൻ ലോകത്തോട് വിട വാങ്ങിയത്. ഏതാനും നാളുകളായി അർബുദ രോഗബാധിതനായി ചികിത്സയിലായിരുന്നു. ഇന്ന് ഉച്ചയോടെ പാലത്തിങ്ങൽ കരുണ ക്യാൻസർ സെൻ്ററിലായിരുന്നു അന്ത്യം. 60 വയസ്സായിരുന്നു. പട്ടികജാതി സംസ്ഥാനതല ഉപദേശക സമിതി, ഖാദി ബോർഡ് എന്നിവയിൽ അംഗവുമായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുരങ്ങാടി.